സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബേബീനെയും കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ സ്ട്രോളർ ഏറ്റവും മിനിമം വെയിറ്റ് ആയിരിക്കണം. കാരണം സ്ട്രോളർ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സ്ട്രോളർ ഫ്രണ്ട്ലി അല്ലാത്ത സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ഇത് പാക്ക് ചെയ്ത് ഒരു ബാഗ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുകയാണെങ്കിൽ ട്രിപ്പ് നിങ്ങൾക്കൊരു ട്രിപ്പായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കാർ ബൂട്ട് സ്പേസിൽ ഒതുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള കോമ്പാക്ട് ഫോൾഡിംഗ് മെക്കാനിസം നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ എയർ ക്യാബിൻസിലും ഫിറ്റ് ആവുന്നതാണെങ്കിൽ ലോങ് ട്രിപ്പ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. സ്ലീപ്പിംഗ്, ഫീഡിംഗ്, സിറ്റിംഗ് ഇത് മൂന്നിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എർഗണോമിക് റിക്ലൈൻ പൊസിഷൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ന്യൂബോൺസ് ഒക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതുപോലെ ഫുള്ളി റിക്ലൈൻ പൊസിഷൻ ഉണ്ടായിരിക്കണം. ബേബി ഡബിൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി 5 പോയിന്റ് ബെൽറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സ്ട്രോളർ മൂവ് ചെയ്യുന്ന സമയത്ത് ബേബിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം എന്നത് നിങ്ങളുടെ ഒരു പ്രൈം കൺസേൺ ആണെങ്കിൽ റിവേഴ്സിബിൾ ഹാൻഡിൽ എന്ന ഒരു ഓപ്ഷൻ കൂടെ നോക്കണം. പക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോളേഴ്സിൽ റിവേഴ്സിബിൾ ഹാൻഡിൽ ഉള്ളതൊക്കെ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കൂടുതലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഏതർ റിവേഴ്സിബിൾ ഹാൻഡിൽ ഓർ ലൈറ്റ് വെയിറ്റ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാനിത് എൻ്റെ സെക്കൻഡ് ബേബി ഉണ്ടായ സമയത്ത്, അതായത് 6 വർഷം മുമ്പ് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരുപാട് ട്രിപ്പുകൾ ഞങ്ങൾക്ക് കളറാക്കി തന്ന ഞങ്ങളുടെ ബെസ്റ്റ് ട്രാവൽ കമ്പാനിയൻ എന്ന് തന്നെ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് റിവേഴ്സിബിൾ ഹാൻഡിൽ ഇല്ല എന്നതൊഴിച്ച് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഡബിൾ ഓക്കെയാണ്. പിന്നെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞങ്ങളുടെ 3 ബേബീസിനും ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങളുടെ മുഖം ഒന്നും കാണണ്ട, ഫുൾ സൈറ്റ് സീയിങ് മൂഡാണ് എന്നുള്ളത് കൊണ്ട് വി ആർ വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് പ്രോഡക്റ്റ്.